2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന തീയതിയിൽ മാറ്റം. നവംബർ 3-ന് തൃശൂരിൽ വെച്ച് അവാർഡ് പ്രഖ്യാപിക്കും. ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ അസൗകര്യത്തെ തുടർന്നാണ് തീയതി മാറ്റിയത്. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, വിവരങ്ങൾ. സതീഷ്, എന്തായാലും ഇത്തരത്തിൽ ആദ്യം നാളെയാണ് അവാർഡ് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നത്. നാളെ തന്നെ പ്രഖ്യാപിക്കും എന്ന തരത്തിലായിരുന്നു വാർത്തകളും പുറത്തു വന്നത്. സാംസ്കാരിക വകുപ്പ് അത്തരത്തിലൊരു പരിപാടി ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നാളെ ഈ തിരുവനന്തപുരത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട്. ആദ്യം നിയമസഭയുണ്ട്, അതിനുശേഷം അതിദാരിദ്ര്യ മുക്ത കേരള പ്രഖ്യാപനമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളും ഒപ്പം സർക്കാർ പ്രതിനിധികളും ഒക്കെ തിരക്കിലാണ്. അപ്പോൾ അതിനിടയിൽ അവാർഡ് കൊണ്ടുവരുന്നതിൽ ഒരു ആശങ്ക, അവാർഡ് പ്രഖ്യാപനം കൊണ്ടുവരുന്നതിൽ ആശങ്ക നിലനിന്നിരുന്നു. ഒപ്പം ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ കൂടി സമയം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അവാർഡ് പ്രഖ്യാപനം തൃശ്ശൂരിൽ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മന്ത്രിയുടെ പരിപാടികളൊന്നും തൃശ്ശൂരിലായതിനാൽ അങ്ങനെ തൃശ്ശൂരിൽ വെച്ച് അവാർഡ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും നാളെ പ്രഖ്യാപനമില്ല, അത് നവംബർ 3-ലേക്ക് മാറ്റിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി അധികം വൈകി പോകാൻ കാരണമായത് സിനിമാ കോൺക്ലേവ് സംഘാടനമൊക്കെയാണ്. ഇനിയും വൈകിയാലുണ്ടാവുന്ന പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വരും. അതിനുശേഷം ഇതിന് പ്രഖ്യാപനം നടക്കുകയില്ല. അതുകൊണ്ട് വളരെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം നവംബർ 1 എന്ന് തീരുമാനിച്ചിരുന്നത്. നിലവിൽ എന്തായാലും അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് നവംബർ 3-ലേക്ക് അവാർഡ് പ്രഖ്യാപനം മാറ്റി. ശരി, സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നവംബർ 1 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സഭാ സമ്മേളനം നടക്കുന്നത്. അതിനിടയിലാണ് അവാർഡ് പ്രഖ്യാപനത്തിന്റെ തീയതിയിലെ മാറ്റം കൂടി എന്നതും വളരെ പ്രധാനമാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.